നമ്മൾ നേരെ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ട എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. അതെ അതെ ഗൗതമിന് അതെ വളരെ അതെ പ്രിയപ്പെട്ട അതെ അതെ എൻ്റെ സ്വന്തം ജില്ലയാണ് രോഹിണി. BJP അവിടെ വമ്പം മുന്നേറ്റമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു ജില്ലയാണ്. ശബരിമലയൊക്കെ ഉൾപ്പെടുന്ന ജില്ലയാണ്. ഇത്തവണ എനിക്ക് തോന്നുന്നത് 4 പഞ്ചായത്തുകൾ BJP ഭരിക്കാൻ പോവുകയാണ്. അതിൽ ഓമല്ലൂരുണ്ട്, പന്തളം തെക്കേക്കര എന്ന് പറയുന്ന പഞ്ചായത്തുണ്ട്, പഞ്ചായത്തുണ്ട്. അതുപോലെ തന്നെ അയിരൂര്, അതോടൊപ്പം തന്നെ കുറ്റൂർ. അങ്ങനെ 4 പഞ്ചായത്തുകളുടെ ഭരണം BJP പത്തനംതിട്ടയിൽ നടത്താൻ പോകുന്നു. ഒപ്പം കോട്ടാങ്ങൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൽ ഏറ്റവും വലിയ കക്ഷിയാണ്. അവിടെ ഇനി എന്താ സംഭവിക്കുന്നതെന്നുള്ളത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. കാരണം കഴിഞ്ഞ 5 വർഷം SDP പിന്തുണയിൽ CPM ഭരിച്ചുവെങ്കിൽ ഒരുപക്ഷെ ഈ തവണ അവിടെ SDP 3 സീറ്റുണ്ട്. ആ പിന്തുണയിൽ UDF ഒരുപക്ഷെ ആ പഞ്ചായത്ത് ഭരിക്കാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും നമ്മുടെ പ്രതിനിധിയുണ്ട്, ഗോകുൽ രമേശ്, പത്തനംതിട്ടയിൽ നിന്നും ചേരുകയാണ്. ഗോകുൽ, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഇന്നലെ BJP സംസ്ഥാനത്തൊട്ടാകെ വലിയ പ്രകടനം നടത്തുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു ജില്ല പത്തനംതിട്ട തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP യോടെ നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു, വിവിധ പഞ്ചായത്തുകൾ പിടിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 4 പഞ്ചായത്തുകൾക്കപ്പുറത്തേക്ക് BJP നേട്ടമുണ്ടാക്കിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഈ പഞ്ചായത്തുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഗൂഗിൾ? ഗൗതം, രോഹിണി, നമസ്തേ. എന്തായാലും BJPക്ക് കൈനിറയ വിജയങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു എന്നുള്ള കാര്യം വസ്തുതയാണ്. പ്രത്യേകിച്ച് ഒരുമാതിരി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് മാറാൻ BJPക്ക് പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമാണ് സൂചിപ്പിച്ച 4 ഗ്രാമപഞ്ചായത്തുകൾ. ആ 4 പഞ്ചായത്തുകളിൽ അധികാരത്തിൽ വരാനായിട്ട് പോവുകയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയം പന്തളം തെക്കേക്കര പഞ്ചായത്താണ്. അവിടെ 15 സീറ്റുകളിൽ 9 സീറ്റുകളിലും വിജയം നേടിക്കൊണ്ടാണ് BJP ഭരണസാരഥ്യത്തിലേക്ക് ഏറാനായിട്ട് പോകുന്നത്. അതുകൂടാതെയാണ് ഈ ഓമല്ലൂർ പഞ്ചായത്തിൽ 7 വാർഡുകൾ വിജയിച്ചു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. നിലവിൽ BJPയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇടത് വലത് മുന്നണികൾ ഒന്നിച്ചില്ലെങ്കിൽ BJP ഉറപ്പായിട്ടും ഭരണസാരഥ്യത്തിലേറാൻ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാത്ത പഞ്ചായത്താണ് ഓമല്ലൂർ പഞ്ചായത്ത്. സമാനാവസ്ഥ തന്നെയാണ് കുറ്റൂർ പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ അയിരൂർ പഞ്ചായത്തിലും. ഈ 2 പഞ്ചായത്തുകളിലും 6 സീറ്റുകൾ വീതം നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് BJP. അതുപോലെ തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോട്ടാങ്ങൽ പഞ്ചായത്ത് അടക്കമുള്ള പഞ്ചായത്തുകളിലും ഏറ്റവും വലിയ കക്ഷിയായിട്ട് BJP നിലനിൽക്കുകയാണ്. അതുകൂടാതെ തന്നെ ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും ഒരുമാതിരി എല്ലാ പഞ്ചായത്തുകളിലും തന്നെ BJPക്ക് 2ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 3ാം സ്ഥാനത്തേക്കൊക്കെ തന്നെ എത്തുവാനായിട്ടൊക്കെ തന്നെ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പല പഞ്ചായത്തുകളിലും അധികാരത്തെ ഒരുപക്ഷെ നിശ്ചയിക്കുന്ന ഒരു ശക്തിയായിട്ട് BJPക്ക് മാറുവാനായിട്ടും സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെയാണ് നഗരസഭകളിലെ BJPയുടെ വളർച്ച എന്ന് പറയുന്നത്. നേരത്തെ ഈ തിരുവല്ല നഗരസഭയിലും അടൂർ നഗരസഭയിലും ഒന്നും തന്നെ കാര്യമായിട്ട് പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ലാത്ത BJP ഇക്കുറി വലിയ പ്രാതിനിധ്യത്തിലേക്ക് നിർണായക ശക്തിയായിട്ട് നഗരസഭകളിലും പത്തനംതിട്ട ജില്ലയിൽ മാറുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. തിരുവല്ല നഗരസഭയിൽ 7 സീറ്റുകളാണ് NDAക്ക് ലഭിക്കുകയുണ്ടായത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നേട്ടമാണ്. അടൂർ നഗരസഭയിൽ 4 സീറ്റിൽ വിജയിക്കാനായിട്ട് സാധിച്ചു. പത്തനംതിട്ട നഗരസഭയിൽ ഇതുവരെ പ്രാതിനിധ്യം ഇല്ലാതിരുന്ന പത്തനംതിട്ട നഗരസഭയിൽ ഇത്തവണ ഒരു പ്രതിനിധിയെ വിജയിപ്പിക്കുവാനും NDAക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ നിർണായക ശക്തിയായിട്ട് ജില്ലയിൽ NDA മാറിക്കഴിയുകയും ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെയാണ് ഈ പത്തനംതിട്ട നഗരസഭയിലെ മറ്റൊരു പ്രത്യേകതയാണ് SDPIയുടെ പിന്തുണയോടുകൂടിയായിരുന്നു കോട്ടാങ്ങൽ പഞ്ചായത്തിന് സമാനമായി തന്നെ CPM ഭരിച്ചിരുന്ന ഒരു നഗരസഭയാണ്. ഇക്കുറി എന്തായാലും ജനങ്ങൾ ആ ഒരു കാപട്യം തിരിച്ചറിഞ്ഞുകൊണ്ട് SDPIയെ അവരുടെ 3 സിറ്റിംഗ് സീറ്റുകളിൽ നിന്നും തൂത്തെറിയാനും പത്തനംതിട്ട നഗരസഭയിൽ ജനങ്ങൾ തയ്യാറായി എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രധാനമായിട്ടും ജില്ലയിൽ ഈ BJPക്ക് ഇത്തരത്തിലുള്ളൊരു വിജയം കൈവരിക്കുവാനായിട്ട് സാധിച്ചത് ശബരിമല വിഷയവും അതോടൊപ്പം തന്നെ മറ്റ് സർക്കാരിനോടെതിരായിട്ടുള്ള വികാരങ്ങൾ, ഭരണവിരുദ്ധ വികാരവും അതോടൊപ്പം തന്നെ പ്രാദേശിക വിഷയങ്ങളും ഒക്കെ തന്നെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ജനവിധി തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല BJP പരാജയപ്പെട്ട ബഹുഭൂരിപക്ഷം വാർഡുകളും നിസ്സാര വോട്ടുകൾക്കാണ്, 10-ൽ താഴെ വോട്ടുകൾക്കൊക്കെ തന്നെ പരാജയപ്പെട്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. 2ാം സ്ഥാനത്ത് തുടരുന്ന ഒട്ടനവധി വാർഡുകളൊക്കെ തന്നെ ഉണ്ട്. SDPI ഭീകരരുമായി CPM സഖ്യമുണ്ടാക്കിയ 2 തദ്ദേശ സ്ഥാപനങ്ങളുള്ള ജില്ലയായിരുന്നു പത്തനംതിട്ട. അതിലൊന്ന് പത്തനംതിട്ട നഗരസഭയാണ്. ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ SDPIയുടെ പിന്തുണയിലാണ് 5 വർഷം LDF അവിടെ ഭരിച്ചത്. അവിടെ 3 സിറ്റിംഗ് സീറ്റുകളും ഭീകരർക്ക് നഷ്ടമായിരിക്കുകയാണ്. നേരെ കോട്ടാങ്ങലിലേക്ക് വരുമ്പോൾ അവിടെയും സംഭവിച്ചത് SDPIയുടെ ഒരു സീറ്റിൻ്റെ പിന്തുണയിൽ 5 വർഷം LDF അവിടെ ഭരിച്ചു. ആ ഗ്രാമപഞ്ചായത്തിലും LDF തൂത്തെറിയപ്പെട്ടിരിക്കുകയാണ്. അവിടെ BJP നിർണായക ശക്തിയായി വീണ്ടും എത്തുകയാണ്. അപ്പോൾ കോട്ടാങ്ങൽ ഉൾപ്പെടെ ഒരുപക്ഷെ SDPIയുടെ പിന്തുണ ഈ തവണ UDF സ്വീകരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ ഗൂഗിൾ?
തള്ളിക്കളയാൻ പറ്റില്ല. കാരണം BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ആയിരുന്നു കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ഇടതുപക്ഷവുമായി ചേർന്നുകൊണ്ട് SDPI നടപടികൾ സ്വീകരിച്ചത്. എന്തായാലും ഇക്കുറി UDFുമായിട്ട് കൈകോർക്കാൻ സാധ്യത തള്ളിക്കളയാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് അവിടെ നിന്നുള്ള പ്രാദേശിക നേതാക്കളിൽ നിന്നടക്കം നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ജനവിധി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും BJPക്ക് അനുകൂലം തന്നെയാണ്. BJPയെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കി ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷേ ആ ജനവിധിയെ അട്ടിമറിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ഈ മുന്നണികൾ, പ്രത്യേകിച്ച് വലതു മുന്നണിയും അതോടൊപ്പം തന്നെ SDPIയും കൈകോർക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ജനവിധിക്ക് അനുപാതികമായിട്ട് അല്ലെങ്കിൽ അനുബന്ധമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അങ്ങനെയല്ല എങ്കിൽ ഒരു ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ടുള്ളൊരു നിലപാടിലേക്ക് ഒരുപക്ഷെ ഈ മറ്റു മുന്നണികൾ കടക്കുമെന്നുള്ള കാര്യവും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പത്തനംതിട്ട നഗരസഭയിൽ ഇക്കുറി ആ കാവട്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ തള്ളിക്കളയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് കോട്ടാങ്കലിലേക്ക് പോവുകയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ അവിടുത്തെ ഭരണവിരുദ്ധ വികാരങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തെ പൂർണ്ണമായിട്ട് വാഷ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. 0 സീറ്റിലേക്ക് കോട്ടാങ്കൽ പഞ്ചായത്തിൽ LDFനെ ഈ ജനങ്ങൾ കൊണ്ടെത്തിക്കുകയും BJPയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി പത്തനംതിട്ട ജില്ലയിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ LDFിൻ്റെ ഒരു കോട്ട എന്നൊക്കെ രീതിയിൽ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന വിജയങ്ങൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ 2025 എത്തിയപ്പോൾ തറ പറ്റുന്ന രീതിയിലേക്ക് അവരുടെ നില മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പത്മകുമാർ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ജയിലഴിക്കുള്ളിൽ കിടക്കുന്ന CPMൻ്റെ പത്തനംതിട്ടയിലെ പ്രബലനായിട്ടുള്ള നേതാവാണ്. ആ പത്മകുമാറിൻ്റെ വീടിരിക്കുന്ന സ്വന്തം വാർഡിൽ പോലും LDFന് പരാജയപ്പെട്ടു. ആ വാർഡ് BJP പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഫെന്നി നയനാനെ തോൽപ്പിച്ചുകൊണ്ടും ഫെന്നി നയനാൻ്റെ വാർഡിലും, അദ്ദേഹം അടൂരിൽ 8ാം വാർഡിൽ മത്സരാർത്ഥിയായിരുന്നു, അവിടെ പരാജയപ്പെടുത്തിക്കൊണ്ട് BJPക്ക് വിജയിക്കാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഗൂഗിൾ അത് എന്തായാലും വളരെ കൃത്യമാണ് ഗൂഗിൾ സൂചിപ്പിച്ചത്. ഫെന്നി നയനാൻ എന്ന് പറയുന്നത് രാഹുലിന്റെ ഒരു അടുത്ത അനുയായിയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഫെന്നി നയനാൻ മത്സരിക്കുമ്പോൾ ഇടയ്ക്ക് ഇദ്ദേഹം ഒളിവിൽ പോവുകയാണ്. കാരണം അപ്പോഴാണ് 2ാമത്തെ ബലാത്സംഗ കേസ് രാഹുലിനെതിരെ വരുന്നത്. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ച് നിൽക്കുമ്പോൾ രമേശ് ചെന്നിത്തലയോട് ചോദിക്കുന്നുണ്ട് ഈ ഫെന്നി നയനാൻ ആരാണെന്ന്. അങ്ങനെ ഒരാളെ ഞാൻ കേട്ടിട്ടില്ല. എനിക്കറിയില്ല. കേരളത്തിൽ ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. നല്ല രസകരമായ ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയായിരുന്നു ഇത്. വളരെ ഗൗരവമുള്ള കേസാണ്. രാഹുലിനെതിരെയുള്ള കേസ് വളരെ ഗൗരവമാണെങ്കിലും ഈ ഫെന്നി നയനാൻ ഒളിവിൽ പോകുന്നതും ഒക്കെ സ്ഥാനാർത്ഥി തന്നെ ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ചില കൗതുകം കൂടി നിറഞ്ഞതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലം. ഇനിയും എന്താണ്